கேபிள் டிவி ஆபரேட்டர் அசோசியேஷன் கீழில் முதல் சுற்றுலா திட்டத்திற்கு கோட்டயம் மாவட்டத்தில் துவக்கம் குறிக்கப்பட்டது. மாவட்ட சுற்றுலா ப்ராஜெக்டிற்காக உருவாக்கப்பட்ட திருஷ்யா டூரிசம் டெவலப்மெண்ட் பிரைவேட் லிமிடெட் கம்பெனியின் கீழில்தான் வாகமனில் புதிதாக ஆரம்பிக்கப்பட்ட ரிசோர்ட்டின் ப்ராஜெக்டிற்கு அடிக்கல் நாட்டப்பட்டது. கேபிள் டிவி ஆபரேட்டர் அசோசியேஷனின் கீழில் முதல் சுற்றுலா திட்டம் கோட்டயம் மாவட்டத்தில் துவக்கம் குறிக்கப்பட்டது. கோட்டயம் மாவட்டத்தில் டூரிசம் ப்ராஜெக்டிற்காக உருவாக்கப்பட்ட திருஷ்யா டூரிசம் டெவலப்மெண்ட் பிரைவேட் லிமிடெட் என்ற கம்பெனியின் கீழில் வாகமனில் புதிதாக ஆரம்பிக்கக்கூடிய ரிசோர்ட்டின் ப்ராஜெக்டிற்கு கேபிள் டிவி ஆபரேட்டர் அசோசியேஷன் மாநில தலைவர் பிரவீன் மோகனனும் மாநில பொதுச் செயலாளர் சுரேஷும் சேர்ந்து அடிக்கல் நாட்டினர். കേരളാവിഷൻ്റെ സഹോദര സ്ഥാപനം കോട്ടയം ദൃശ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനി ദൃശ്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന പേരിൽ ഒരു പദ്ധതി തയ്യാറാക്കി ഒരു റിസോർട്ട് പ്രൊജക്റ്റ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ പ്രൊജക്റ്റ് തീർച്ചയായിട്ടും വാഗമണ്ണിലാണ്. ഏറ്റവും പ്രകൃതി രമണീയമായ കാഴ്ചകളുള്ള ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശത്താണ് ഈ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. ഈ പ്രൊജക്റ്റ് കേരളത്തിനാകെ ഗുണകരവും ടൂറിസ്റ്റുകൾക്ക് നല്ല സാധ്യതയുമുള്ള അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശത്താണ്. അതിനെല്ലാവിധ ഭാവുകളും. കോട്ടയം ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പുതിയ സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ദൃശ്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ റിസോർട്ട് വാഗമണ്ണിൽ ഉയരുകയാണ്. കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കാകെ മാതൃകയാവുന്ന, അതുപോലെ കേരളാവിഷൻ്റെ ഉപഭോക്താക്കളുടെ മുഴുവൻ പിന്തുണയും സഹകരണവും ഈ ഒരു സംരംഭത്തിന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഈ ഒരു സംരംഭത്തിന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവി വികസന സാധ്യതകൾ എന്നുള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ആ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ആരംഭം എന്നുള്ള നിലയിലാണ് കോട്ടയം കമ്പനി ദൃശ്യയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ടൂറിസം പദ്ധതിക്ക് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ 10-30 ലക്ഷത്തോളം വരുന്ന കേബിൾ ടി വി ഉപഭോക്താക്കളെ ഈ പദ്ധതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പദ്ധതികൾ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. രാജ്യത്ത് കോവിഡിന് ശേഷം വളരെയധികം ടൂറിസം മേഖല വളരെയധികം ടേൺ ഓവറിലേക്കും ബിസിനസ്സിലേക്കും മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് രംഗത്തേക്ക് കൂടി കേരളാവിഷൻ കടക്കുന്നതോടുകൂടി ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു ടൂറിസം പ്രൊജക്റ്റായിട്ട് മാറാവുന്ന രീതിയിലാണ് ഈ പ്രൊജക്റ്റിനെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ തറക്കല്ലിട്ട ഇതിൻ്റെ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി തന്നെ തീർക്കാനുള്ള കരുത്തും ശക്തിയും അവർക്ക് സംഘടനയ്ക്കും അതുപോലെ കമ്പനിക്കും ഉണ്ട് എന്ന്, അതുപോലെ തന്നെ വലിയ പദ്ധതികളിലേക്ക് ഇത് രൂപം വയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് நிகழ்ச்சியில் சிஓஏ மாநில எக்ஸிக்யூட்டிவ் அங்கத்தினரும் நியூஸ் மலையாளம் சேனல் எம்டியுமான அபுபக்கர் சித்திக், கேசிசிஎல் எம்டி சுரேஷ், சிட்கோ எம்டி விஜயகிருஷ்ணன், மாநில எக்ஸிக்யூட்டிவ் கமிட்டி அங்கத்தினரான நிஷார், ஜோதிஷ்குமார், பிஜுகுமார் போன்றவர்களும், கேசிசிஎல் டைரக்டர் போர்டு மெம்பரான தோமஸ் சாக்கோ, பிஜு, பினு போன்றவர்களும், கோட்டயம் திருஷ்யா சேனல் சேர்மனும் கேரளா விஷன் நியூஸ் சேர்மனுமான PS சிவி, சிஓஏ கோட்டயம் மாவட்ட தலைவர் வர்கீஸ், மாவட்ட செயலாளர் ரெஜி, ட்ரெஷரர் அனீஷ், சிட்கோ டைரக்டர் பினு, திருஷ்யா சேனல் எம்டி முகமது நவாஸ் கூடாது மாவட்ட கமிட்டி அங்கத்தினர்கள், திருஷ்யா டைரக்டர் போர்டு மெம்பர்கள் உட்பட உள்ளவர்கள் நிகழ்ச்சியில் பங்கெடுத்தனர். நியூஸ் பீரோ வாகமன்.